1,00,000 റിയാലും 3 വർഷം കഠിന തടവും യാത്ര ചെയ്യുന്നവർക്കുള്ള പെനാൽറ്റിയാണ്. കാര്യം വളരെ വ്യക്തമായി പറയാം, വീഡിയോ മുഴുവൻ കാണുക. ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് വെളിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ കൈവശം 50,000 റിയാലോ 50,000 റിയാലിന് തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കറൻസികൾ, അതല്ലെങ്കിൽ 50,000 റിയാൽ 50,000 റിയാലിന് മുകളിൽ മൂല്യമുള്ള മറ്റും വിലപിടിപ്പുള്ള കല്ലുകൾ, ഗോൾഡ്, സിൽവർ, ആഭരണങ്ങൾ, ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ ഡയമണ്ട്സ്, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ 50,000 റിയാലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള ഏതെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സ്, പ്രോമിസറി നോട്ട്, ചെക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈസസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ യാത്രക്ക് മുമ്പ് കസ്റ്റംസ് അതോറിറ്റിയെ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. മുമ്പ് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന ഡിക്ലറേഷൻ ഫോം മാനുവലായിട്ട് ഫില്ല് ചെയ്തിട്ടായിരുന്നു കസ്റ്റംസ് അതോറിറ്റിയെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അറിയിക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ത്രൂ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരും. ഈ ഓൺലൈൻ ത്രൂ പോർട്ടൽ വഴി നിങ്ങൾക്ക് കസ്റ്റംസ് അതോറിറ്റിയെ നിങ്ങളുടെ കൈവശമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് യാത്രക്ക് മുമ്പ് അറിയിക്കാം. ഇനി അറിയിക്കാത്ത പക്ഷം, അറിയിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അറിയിച്ചതിൽ എന്തെങ്കിലും തെറ്റായ ഇൻഫോർമേഷൻ, റോങ് ഇൻഫോർമേഷൻ നൽകുകയോ ചെയ്തു കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള 1,00,000 റിയാൽ, അത് 1,00,000 റിയാൽ എന്നുള്ളത് 5,00,000 റിയാൽ വരെ എത്താം. അതുപോലെ തന്നെ 3 വർഷം കഠിന തടവും ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടിയും ഉണ്ടായിരിക്കാം. ഓരോ സാഹചര്യങ്ങളും കണക്കാക്കി ഓരോരുത്തരും കൈവശം വെക്കുന്ന സാധനങ്ങളും അവരുടെ മൂല്യവും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും ഓരോ പെനാൽറ്റിയൊക്കെ നിശ്ചയിക്കപ്പെടുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിർബന്ധമായും യാത്രക്ക് മുമ്പ് നിങ്ങൾ ഈ കൈവശം വെക്കുന്ന സാധനങ്ങളെക്കുറിച്ച് കസ്റ്റംസ് അതോറിറ്റിയെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ഇത്രയും കാര്യങ്ങൾ പിടിച്ചെടുക്കുക മാത്രമല്ല ഈ പെനാൽറ്റിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാത്ത ആളുകളൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും മൂല്യമുള്ള 50,000 റിയാൽ അല്ലെങ്കിൽ 50,000 റിയാലിന് തുല്യമായിട്ടുള്ള കറൻസിയും കാര്യങ്ങളും ഗോൾഡും കാര്യങ്ങളൊക്കെ കൈവശം വെക്കുന്നത് വളരെ അപൂർവമായിരിക്കും. ഇനിയെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കൈവശം വെക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. അറിയിക്കാത്ത പക്ഷമാണ് ഈ ഒരു പെനാൽറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, താങ്ക് യു.